ഇനിയൊരു സന്തോഷകരമായ കാര്യം, നാക് അക്രഡിറ്റേഷൻ ആദ്യ പരിശോധനയിൽ തന്നെ വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിന് എ ഗ്രേഡ് ലഭിച്ചു. കേരളത്തിൽ എ ഗ്രേഡ് ലഭിക്കുന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണത്. ഏതാണ്ട് 10-27 മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഇതിൽ 2 മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമേ എ ഗ്രേഡ് ഉള്ളൂ എന്നുള്ള അറിയുമ്പോഴാണ് വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിന് കിട്ടിയ അംഗീകാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാർത്ഥികളുടെ പഠനരംഗം ഉൾപ്പെടെയുള്ള മേഖലയിലെ മികവാണ് ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് MD വൈസ് ചെയർമാനുമായ ഡോക്ടർ KK മനോജൻ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന സ്ഥാപനമായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസിയുടെ വിലയിരുത്തലിലാണ് ഉന്നത റാങ്ക് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നേടിയത്. ആദ്യ പരിശോധനയിൽ തന്നെ എ ഗ്രേഡാണ് കോളേജിന് ലഭിച്ചത്. മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച പരീക്ഷാഫലം, ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ, അധ്യാപകരുടെ യോഗ്യത തുടങ്ങി 7 ഘടകങ്ങളിലും ശ്രീ ഗോകുലം ഉന്നത നിലവാരം പുലർത്തി. ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാർ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ക്വാളിറ്റി ആസ്പദമാക്കിയിട്ടായിരിക്കണം അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയാലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയാലും മുന്നോട്ട് വെക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കുറഞ്ഞ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സായിട്ട് ഈ നാക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ നാക് അക്രഡിറ്റേഷൻ ലഭിച്ചത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, എ ഗ്രേഡുള്ള വളരെ ചുരുക്കം മെഡിക്കൽ കോളേജസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ ഒന്നായി ഗോകുലം മെഡിക്കൽ കോളേജ് മാറിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. അടുത്ത ഘട്ടമായി A+ ഗ്രേഡ് നേടുകയാണ് ലക്ഷ്യം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ നാക് അക്രഡിറ്റേഷനിലേക്ക് പോയത്. അത് ആദ്യം തന്നെ ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടി എന്നുള്ളതാണ് അഭിമാനിക്കാനുള്ള ഒരു കാര്യം. തീർച്ചയായും വരും ദിവസങ്ങളിൽ അത് A+ കിട്ടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ മുന്നിൽ വെക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരിക്കലും ക്വാളിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഗോകുലം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നയിക്കുന്നത് നമ്മുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങൾക്ക് ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, അത് വെദർ ഇറ്റ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എന്തെങ്കിലും ഫെസിലിറ്റീസ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും എല്ലാം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ് അദ്ദേഹം. കേരളത്തിലെ 33 മെഡിക്കൽ കോളേജുകളിൽ 2 മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമേ നാക്കിൻ്റെ എ ഗ്രേഡ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളൂ. 24 തിരുവനന്തപുരം. ഓക്കെ, ഞാൻ 27 പറഞ്ഞ് 33 മെഡിക്കൽ കോളേജുകളുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും അതിൽ ഒരു മെഡിക്കൽ കോളേജായി. ഇന്ത്യയിലെ തന്നെ അപൂർവം എ ഗ്രേഡ് കിട്ടിയ മെഡിക്കൽ കോളേജിൽ ഒന്നാണ് വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ. സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും അത്താണിയുമായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും തുടരട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അതിൽ ഗോകുലം ഗോപാലേട്ടന് തീർച്ചയായിട്ടും നിർബന്ധ ബുദ്ധിയുണ്ട്. താനും സാധാരണക്കാരെ സമീപിക്കണം. കുറേ അധികം അമ്മമാരെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചിലവുകളും ഗോകുലം മാനേജ്മെൻറ്റും ഗോപാലേട്ടനുമാണ് എടുത്തിരിക്കുന്നത്.